ഹലോ ഗായ്സ്, ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഈസി ആയിട്ട് ഒരു കസ്റ്റാർഡ്, അതായത് ഫ്രൂട്ട് കസ്റ്റാർഡ് എങ്ങനെ ഉണ്ടാക്കുക എന്നാണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് കസ്റ്റാർഡ് പൗഡർ വാങ്ങിയിട്ടുണ്ട്. ഇത് നമുക്ക് എല്ലാ കടകളിലും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഈ ഫ്രൂട്ട് കസ്റ്റാർഡ് ഉണ്ടാക്കുന്നതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പായിട്ട് നമ്മളൊരു 1/2 ഗ്ലാസ് പാലിലേക്ക് 2 സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ആഡ് ചെയ്തിട്ട് നല്ല കട്ടിയില്ലാണ്ട് കലക്കി വെക്കണം. ഇത് ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണ് ഗൈസ്, വെറും 10 മിനിറ്റിൻ്റെ പണിയേ ഉള്ളൂ. അപ്പോൾ ഇത് ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം, കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ കസ്റ്റാർഡ് പൗഡർ 2 സ്പൂൺ കസ്റ്റാർഡ് പൗഡർ നമ്മൾ ഇത്രയും പാലിൽ നന്നായിട്ട് കലക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ നന്നായിട്ട് കലക്കിയിട്ട് ഒരു ഭാഗത്ത് വെക്കണം. പാല് നന്നായിട്ട് തിളപ്പിക്കണം കേട്ടോ, വെള്ളമൊന്നും ചേർക്കാതെ പാല് നന്നായി തിളപ്പിക്കാം. പാല് നന്നായിട്ട് തിളച്ച് വരാറാകുമ്പോൾ നമുക്കിത് ഇത്രയും പഞ്ചസാര ഇടാം കേട്ടോ. ഞാൻ ഒരു കയ്യിൽ പഞ്ചസാരയാണ് ഇട്ടിരിക്കുന്നത്. മധുരം പോരെങ്കിൽ നിങ്ങൾക്ക് നോക്കിയിട്ട് കൂടുതൽ ചേർക്കാം. നന്നായി തിളച്ച് വരണം. പാല് ഏകദേശം അരികിലൊക്കെ തിളച്ച് തുടങ്ങുന്നുണ്ട്. ഈ സ്റ്റേജിലാണ് നമ്മൾ ഈ കലക്കി വെച്ചിരിക്കുന്ന കസ്റ്റാർഡിൻ്റെ മിക്സ് നമ്മളിലേക്ക് ഒഴിക്കണം. മൊത്തമായിട്ട് ഒഴിക്കാമേ. നമ്മളിത് നന്നായിട്ട് കുറുകി വരുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇത് അടിയിൽ പിടിക്കാതെയൊക്കെ ശ്രദ്ധിക്കണം, തിളച്ച് പോവാതെ ശ്രദ്ധിക്കണം കേട്ടോ. പാല് ഫ്ലെയിം നമുക്ക് കുറച്ച് മീഡിയം ടു ലോയിൽ വെച്ചിട്ടുണ്ട്. പാല് നന്നായി കുറുകി വരുന്നുണ്ട്. ഇപ്പോൾ തന്നെ നന്നായി കുറുകി വരുന്നുണ്ട്. നന്നായി ഇത് തിളപ്പിക്കണം. നോക്കൂ ഗൈസ്, പാല് നന്നായി തിളയ്ക്കുന്നുണ്ട്. അതേ സ്റ്റൗ നമുക്ക് നന്നായി തിളച്ച് അത് നന്നായി മിക്സ് ആവുന്ന സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യണം. ഞാനൊരു 2-3 മിനിറ്റ് നന്നായി തിളയ്ക്കാൻ വേണ്ടിയിട്ട് അനുവദിക്കുന്നുണ്ട് പാലിനെ. നല്ലോണം കുറുകിയിട്ടുണ്ട് പാൽ. ഈ സ്റ്റേജിൽ നമുക്ക് മധുരം പോരെങ്കിൽ കുറച്ച് മധുരം ആഡ് ചെയ്യാം. ഞാൻ നക്കി നോക്കിയപ്പോൾ എനിക്ക് കുറച്ച് മധുരം കുറവ് പോലെ തോന്നിയപ്പോൾ ഞാൻ ഒരു 2 സ്പൂണും കൂടെ മധുരം ആഡ് ചെയ്യണേ. ഞാൻ 2 സ്പൂണും കൂടെ പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് തിളക്കട്ടെ. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് നന്നായിട്ട് തണുക്കാൻ വേണ്ടി അനുവദിക്കണം. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് വയ്ക്കാം. നന്നായിട്ടൊന്ന് തണുക്കട്ടെ കേട്ടോ. അതിന് മുമ്പ് നമുക്ക് ചെറിയ പണിയുണ്ട്. ഫോണിൽ ചെറിയ കംപ്ലൈൻറ്റ് ഉള്ളതുകൊണ്ടാണ് ഈ പിങ്ക് കളർ ഡോട്ടൊക്കെ കാണുന്നത്. എല്ലാം കുറുകിയിട്ടുണ്ട്. ഇത് നന്നായിട്ട് റൂം ടെമ്പറേച്ചറിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. പാലൊക്കെ നല്ലോണം തണുത്തിരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സൊക്കെ ചേർക്കണം. അപ്പോൾ ഞാൻ മുന്തിരിയും പോമോഗ്രാനൈറ്റും ആപ്പിളും പൈനാപ്പിളും ആണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വേറെ ഏതെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർക്കാം. ബനാന ഉണ്ടെങ്കിൽ അതും ചേർത്താം. അപ്പോൾ ഇതെല്ലാം ചേർത്തിട്ട് നമ്മുടെ കസ്റ്റാർഡോടെ ഫ്രൂട്ട് കസ്റ്റാർഡ് തയ്യാറായിട്ടുണ്ട്. നല്ല കുറുകിയ പാല് നല്ല തണുപ്പിച്ചിട്ട് കഴിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ടേസ്റ്റ്. അപ്പോൾ നമുക്കിത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ച കസ്റ്റാർഡ് വെളിയിൽ എടുക്കുന്നവരെ ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിരുന്നു. കഴിക്കാൻ വേണ്ടിയിട്ടൊരു ധൃതിയായിരുന്നു ഗൈസ്. നല്ല ക്രീമി ടെക്സ്ചർ ആയിട്ടുണ്ട് കേട്ടോ. തണുപ്പുണ്ട്, നല്ല തണുപ്പുണ്ട്. നമുക്കൊന്ന് കഴിച്ച് നോക്കാം. അടിപൊളി. അപ്പോൾ നിങ്ങളിത് എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. മസ്റ്റ് ട്രൈ ആണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ എപ്പോഴും ഗസ്റ്റ് വരുമ്പോൾ പായസവും അല്ലെങ്കിൽ ലഡ്ഡു ജിലേബിയൊക്കെ അല്ലേ കൊടുക്കുക. അപ്പോൾ ഇങ്ങനത്തെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുന്നതൊക്കെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. തണുപ്പിച്ചും കൂടെ കഴിക്കുമ്പോൾ ശരിക്കും ഐസ്ക്രീം കഴിക്കുന്ന പോലെ ഉണ്ട്. അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ.